Today's class, we will discuss process of memory, methods and techniques of memorization. And first one, process of memory. There are three processes in memory. First one, encoding. Second one, storage. Third one, retrieval. These are the three processes of memory. First one, encoding. Encoding means that is the first process there. Information that comes to our mind through any form such as sound, image, symbol, etc. is converted to a particular form that is suitable for the mind to receive and store. This process of conversion is called encoding. അതായത് എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, അത് ഒരു ഇൻഫർമേഷൻ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. അത് ഏത് ഫോമിലും ആകാം, സൗണ്ട് ആകാം, ഇമേജ് ആകാം, സിമ്പിൾ ആകാം. അതെന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, നമ്മുടെ മൈൻഡിലേക്ക് സ്യൂട്ടബിൾ ആകുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് അത് റിസീവ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രക്രിയ, ആ പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ആ പ്രോസസ് ഓഫ് കൺവേർഷനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലേണിംഗ് എലമെന്റ്സ് പറഞ്ഞല്ലോ, അതുപോലെ തന്നെയാണ് എൻകോഡ് ചെയ്യുകയാണ്. എൻകോഡ് ചെയ്തെടുക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാ? സ്റ്റോർ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് റിട്രീവ് ചെയ്യുന്നു. ദീസ് ആർ ദ ത്രീ പ്രോസസ്. ദെൻ സെക്കൻഡ് വൺ, സ്റ്റോറേജ്. വേറൊന്നുമില്ല, റെക്കോർഡ് ഓഫ് എൻകോഡഡ് ഇൻഫർമേഷൻ, ദാറ്റ് ഈസ് സ്റ്റോറേജ്. റെക്കോർഡ് ഓഫ് എൻകോഡഡ് ഇൻഫർമേഷൻ, അതായത് എൻകോഡ് ചെയ്യപ്പെട്ട ഇൻഫോർമേഷന്റെ റെക്കോർഡ് സ്റ്റോർ ചെയ്യുകയാണ്. അതാണ് സെക്കൻഡ് പ്രോസസ്. ദെൻ തേർഡ് വൺ, റിട്രീവൽ. Retrieval means recall. That stored information is recalled when necessary. When necessary, that stored information, already stored information is recalled. Okay, retrieval എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? റീകോൾ എന്ന അർത്ഥം, ഓർത്തെടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴാണോ അത്യാവശ്യം അപ്പം സ്റ്റോർ ചെയ്യപ്പെട്ടത് ഓർത്തെടുക്കുക. ദീസ് ആർ ദ ത്രീ പ്രോസസ്. ഓർത്ത് വയ്ക്കുക, എൻകോഡിങ്, സ്റ്റോറേജ്, റിട്രീവൽ. നിങ്ങൾക്ക് ഫുൾ മാർക്കും ഈ മെമ്മറിയുമായിട്ട് വരുമ്പോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എൻകോഡിങ്, സ്റ്റോറേജ്, റിട്രീവൽ. എൻകോഡ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, റീകോൾ ചെയ്യുന്നു. അതാണ് എൻകോഡിംഗ്, സ്റ്റോറേജ്, റിട്രീവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. The next topic is methods and techniques of memorization. First, there are two methods, recitation method and second one, whole and part methods. First one, recitation method. In this method, the learner first reads the matter once or twice and tries to recite and recall it without looking at the material. Recitation method എന്ന പേരിൽ തന്നെ ഉണ്ട്. അതായത് ഇവിടെ ലേണർ എന്ത് ചെയ്യാണ്? റീഡ്സ് ദ മാറ്റർ വൺസ് ഓർ ട്വൈസ് ആൻഡ് ട്രൈ ടു റിസൈറ്റ്. അതിങ്ങനെ റിപ്പീറ്റഡ്ലി റിസൈറ്റ് ചെയ്യാൻ, എഗെയിൻ ആൻഡ് എഗെയിൻ ഇങ്ങനെ റീഡ് ചെയ്യുന്നു. അതായത് എന്നിട്ട് റീകോൾ ചെയ്തിട്ട് വീണ്ടും റീകോൾ ചെയ്തിട്ട് ഇറ്റ് വിതൗട്ട് ലുക്കിംഗ് അറ്റ് ദ മെറ്റീരിയൽ, ആ പർട്ടിക്കുലർ മെറ്റീരിയലേക്ക് നോക്കാതെ വീണ്ടും ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു റെസിറ്റേഷനിലൂടെ. സോ ഇൻ ദിസ് വേ ദ റെസിറ്റേഷൻ മെത്തേഡ് പ്രൊവൈഡ്സ് കണ്ടിന്യൂസ് സെൽഫ് അപ്രൈസൽ. This recitation method provides continuous, നിരന്തരമായ സെൽഫ് അപ്രൈസൽ. സെൽഫ് അസസിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്രൈസൽ മീൻസ് സ്വയം വിലയിരുത്തൽ, സെൽഫ് അസസിങ്. അത് പ്രൊവൈഡ് ചെയ്യുന്നു റെസിറ്റേഷൻ മെത്തേഡ്. കാരണം ലേണർ ക്യാൻ ഇവാലുവേറ്റ് ഹിംസെൽഫ് ഫ്രം ടൈം ടു ടൈം ആൻഡ് നോട്ട്സ് ദ പോയിന്റ്സ് ദാറ്റ് ഹി ഹാസ് ബീൻ അൺഏബിൾ ടു റീകോൾ. റീകോൾ ചെയ്യാൻ ഏബിൾ അല്ലാത്ത അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ കഴിയാത്ത പോയിന്റ്സ് റിപ്പീറ്റഡ്ലി ഇങ്ങനെ റീഡ് ചെയ്യുമ്പോൾ, ഇങ്ങനെ റിസൈറ്റ് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ സ്വയം, ആ ലേണർ ഇവാലുവേറ്റ് ചെയ്യുകയാണ് ഏതൊക്കെ നോട്ട്സ് ആണ് അല്ലെ അനേബിൾ ടു റീകോൾ ആയത് അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ പ്രയാസമുള്ളതെന്ന് പോയിന്റ് ചെയ്ത് വീണ്ടും റിസൈറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് റെസിറ്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ റിപ്പീറ്റഡ്ലി റിസൈറ്റ് ചെയ്ത് പഠിക്കുക. അതൊരു മെത്തേഡാണ്. റിസൈറ്റ് ചെയ്ത് പഠിക്കുക. ആദ്യം ഒന്ന് റിസൈറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ലൈൻസിലേക്ക് നോക്കി നമ്മൾ എന്തോ ആകട്ടെ, പോം ഓർ സ്റ്റോറി, എനിത്തിങ് നമ്മൾ റീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എസ്സേ എന്തോ ആകാം, നമ്മൾ റീഡ് ചെയ്തിട്ട് റിപ്പീറ്റഡ്ലി അത് റീഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് വീണ്ടും നമ്മൾ കാണാതെ ആ മെറ്റീരിയലിലേക്ക് നോക്കാതെ ഒന്ന് റീഡ് ചെയ്ത് നോക്കും. അപ്പൊ ഏതൊക്കെ പോയിന്റ് ആണ് മിസ്സിങ് എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതാണ് ഇവിടെ പറയുന്നത് സെൽഫ് അപ്രൈസൽ എന്ന് പറയുന്ന ഒരു സെൽഫ് അസസിങ് ഇവിടെ നടക്കുന്നുണ്ട്. ഏതൊക്കെ പോയിന്റ് വിട്ടുപോയി, ഏതൊക്കെ പോയിന്റ് നമുക്ക് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നില്ല, ആ ഒരു മെത്തേഡാണ് റെസിറ്റേഷൻ മെത്തേഡ്. ദ സെക്കൻഡ് വൺ, ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് രണ്ടെണ്ണമാണ് പറയുന്നത്, whole and part methods.
So here in this method, we can say there are two methods of memorizing a thing. Two methods ആയിട്ടാണ് പറയുന്നത്, whole method and part method. പറഞ്ഞുതരാം. For example, take a poem. One is to read the poem again and again from the beginning till the end as a whole. ഒരു poem നമ്മൾ എടുക്കുമ്പോൾ beginning മുതൽ till the end, മനസ്സിലാവുന്നില്ലേ, അത് നമ്മൾ എടുത്തുകൊണ്ട് റീഡ് ചെയ്യുകയാണ് again and again. മൊത്തത്തിൽ എടുത്തുകൊണ്ട്, അപ്പോൾ മൊത്തത്തിൽ എടുത്തുകൊണ്ട് റീഡ് ചെയ്യുകയാണ് again. മനസ്സിലാവുന്നുണ്ടോ? ഒരു പോം എടുക്കുകയാണ്. One is to read the poem again and again from the beginning till the end as a whole. മൊത്തത്തിൽ എടുത്ത് പഠിക്കുകയാണ്. This is called whole method of memorization. അപ്പോൾ മറ്റെന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. In the other method, part method, the poems divided into parts. ഉണ്ടോ? പോം ഡിവൈഡ് ചെയ്ത് പാർട്സ് ആയിട്ട്, പാർട്ടായിട്ട്, ഇപ്പം ഒരു 4 സ്റ്റാൻസ ഉണ്ടെങ്കിൽ 2 സ്റ്റാൻസ ആദ്യം റീഡ് ചെയ്യുന്നു, അത് പഠിച്ചെടുക്കുന്നു, വീണ്ടും അടുത്ത ഒരു 2 പാരഗ്രാഫ് എടുക്കുന്നു. അങ്ങനെ പാർട്ടായിട്ടുണ്ടോ. ഈച്ച് പാർട്ട് ഈസ് മെമ്മറൈസ്ഡ് സെപ്പറേറ്റ്ലി. ദിസ് ഈസ് കോൾഡ് പാർട്ട് മെത്തേഡ്. പാർട്ടായിട്ട് അഗെയിൻ റീഡ് ചെയ്ത് പഠിക്കുന്നതാണ് പാർട്ട് മെത്തേഡ്. അതാണ് ഹോൾ ആൻഡ് പാർട്ട് മെത്തേഡ്സ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിലേക്ക് നിങ്ങൾക്ക് വരാം. ഇനി there are some techniques for effective memorization. Measures and techniques for effective memorization. Method 2 ഓർത്ത് വയ്ക്കുക, recitation method and whole and part methods. Then next one, techniques or strategies for effective memorization. കുറെ ടെക്നിക്സ് ആൻഡ് ട്രിക്സ് ഉണ്ട് മെമ്മറൈസേഷന് വേണ്ടിയിട്ട്. നമ്മളൊരു കാര്യം പഠിച്ചത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ടെക്നിക്സ് ഉണ്ട്, മെഷേഴ്സ് ഉണ്ട്. മെഷേഴ്സ് ആൻഡ് ടെക്നിക്സ് ഫോർ എഫക്റ്റീവ് മെമ്മറൈസേഷൻ. ഓക്കെ, ഫസ്റ്റ് വൺ, വിൽ ആൻഡ് ഡിറ്റർമിനേഷൻ. കണ്ടോ, ദൃഢനിശ്ചയം, വിൽ പവർ. There must be a firm determination or strong will to learn, retain and reproduce for achieving the desired success in memorization. വേറൊന്നും അല്ല പറയുന്നത്, നല്ല വില്ലും ഓർ സ്ട്രോങ് വിൽ ടു ലേൺ, പഠിക്കാനുള്ള ഒരു വില്ല്, ഒരു ഇച്ഛാശക്തി, ഒരു ദൃഢനിശ്ചയം, ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? റിറ്റെയിൻ ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും കഴിയും. അങ്ങനെ നമുക്ക് മെമ്മറൈസേഷൻ എന്ന് പറയുന്ന സക്സസിലേക്ക് എത്താം. ആദ്യം വില്ലും വേണം, ഡിറ്റർമിനേഷനും വേണം എന്നാ പറയുന്നത്. ശരിയല്ലേ? ദ മെറ്റീരിയൽസ് റീഡ്, ഹേർഡ് ഓർ സീൻ വിത്തൗട്ട് വിൽ ഓർ ഡിറ്റർമിനേഷൻ ആർ ഡിഫിക്കൽട്ട് ടു ബി റിമെമ്പേർഡ് അറ്റ് ലേറ്റർ ടൈംസ്. അതായത് നമ്മൾ കേൾക്കുന്ന ഒരു മെറ്റീരിയൽ, സംതിങ്, ഐഡിയാസോ കോൺസെപ്റ്റ് എന്തോ ആകട്ടെ, നമ്മൾ കേൾക്കുകയോ കാണുകയോ വായിക്കുകയോ അല്ലെ ഒക്കെ ചെയ്യുന്നത് വിത്തൗട്ട് വിൽ ഓർ ഡിറ്റർമിനേഷൻ ആണെങ്കിൽ ഡിഫിക്കൽട്ട് അല്ലെ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ബി റിമെമ്പേർഡ്. അത് ഓർത്തെടുക്കാൻ വളരെ പ്രയാസമായിരിക്കും അറ്റ് ലേറ്റർ ടൈംസ്, പിന്നീട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന വിൽ ആൻഡ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ടെക്നിക്കിലൂടെ ഓർ മെഷേഴ്സ്. ദെൻ സെക്കൻഡ് വൺ, ഇൻട്രസ്റ്റ് ആൻഡ് അറ്റൻഷൻ. പറയേണ്ട കാര്യമില്ലല്ലോ. ഇൻട്രസ്റ്റ് ആസ് വെൽ ആസ് ക്ലോസ് അറ്റൻഷൻ, ശ്രദ്ധയും താല്പര്യവും അല്ലെ, ആർ എസെൻഷ്യൽ ഫോർ എഫക്റ്റീവ് ലേണിംഗ് ആൻഡ് മെമ്മറൈസേഷൻ. നല്ല പഠനത്തിനും ഓർമ്മയ്ക്കും അറ്റൻഷൻ ആസ് വെൽ ആസ് ഇൻട്രസ്റ്റ് ഈസ് എസെൻഷ്യൽ. ക്ലിയർ ആവുന്നുണ്ടോ? രണ്ടും എസെൻഷ്യൽ ആണെന്ന് പറയുന്നത്. കാരണം ഒരു HR ഭാട്ടിയ എന്ന് പറയുന്ന ഒരാൾ എംഫസൈസ് ചെയ്ത് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, ഇൻട്രസ്റ്റ് ഈസ് ദ മദർ ഓഫ് അറ്റൻഷൻ. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ശ്രദ്ധയുടെ അമ്മയാണ്. ആൻഡ് അറ്റൻഷൻ ഈസ് ദ മദർ ഓഫ് മെമ്മറി. ഓക്കെ, സോ അക്കോർഡിംഗ് ടു HR ഭാട്ടിയ, ഇൻട്രസ്റ്റ് ഈസ് ദ മദർ ഓഫ് അറ്റൻഷൻ ആൻഡ് അറ്റൻഷൻ ഈസ് ദ മദർ ഓഫ് മെമ്മറി. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ശ്രദ്ധയുടെ അമ്മയും അറ്റൻഷൻ എന്ന് പറയുന്നത് മദർ ഓഫ് മെമ്മറി, മെമ്മറിയുടെ അമ്മയുമാണ്. അത്രയേ ഉള്ളൂ. തിരിച്ചു അങ്ങോട്ട് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ക്ലിയർ ആവുന്നുണ്ട്? അപ്പൊ ഈ രണ്ട് ടെക്നിക്കും, ഇൻട്രസ്റ്റും അറ്റൻഷനും വേണം നമ്മൾ ഓർത്തിരിക്കാൻ. ഒരു താല്പര്യമില്ലാത്തൊരു സംഗതി നമ്മൾ അറ്റൻറ്റീവ് ആയിട്ടിരിക്കാതിരുന്നാലും താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് ഓർമ്മയില്ലാതിരിക്കും. അപ്പൊ ഇതൊരു ടെക്നിക്കാണ്, അത് വളർത്തുക. ഇൻട്രസ്റ്റും അറ്റൻഷനും വില്ലും ഡിറ്റർമിനേഷൻ രണ്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വിൽ ഡിറ്റർമിനേഷൻ ഫസ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ആൻഡ് അറ്റൻഷൻ സെക്കൻഡ് വൺ. Then adopting proper methods of memorization. അതായത് there are a lot of methods of memorization, but all are not suitable on all occasions for all individuals. ഒരുപാട് മെത്തേഡ്സ് ഓഫ് മെമ്മറൈസേഷൻ ഉണ്ട്, പക്ഷെ എല്ലാ സാഹചര്യത്തിലും എല്ലാ ഒക്കേഷനിലും എല്ലാ ഇൻഡിവിജ്വൽസിനും ഒരുപോലെ സ്യൂട്ടബിൾ ആയിരിക്കത്തില്ല. So therefore a judicious selection should be made in choosing a particular method in a given situation. നമുക്ക് വേണ്ട ഒരു സിറ്റുവേഷനിൽ ജുഡീഷ്യസ് ആയിട്ടുള്ള, മനസ്സിലാവുന്നുണ്ട്, നല്ല കാര്യഗൗരവത്തോടു കൂടിയുള്ള ഒരു സെലക്ഷൻ
ഈസ് നീഡഡ്, അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. അതാണ് അഡോപ്റ്റിംഗ് പ്രോപ്പർ മെത്തേഡ്സ് ഓഫ് മെമ്മറൈസേഷൻ. പ്രോപ്പർ മെത്തേഡ്സ് ഓഫ് മെമ്മറൈസേഷൻ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ടു ഫോളോ പ്രിൻസിപ്പിൾ ഓഫ് അസോസിയേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് അസോസിയേഷൻ എല്ലാം നെയിമിൽ തന്നെ ഉണ്ട്. ടു ഫോളോ പ്രിൻസിപ്പിൾ ഓഫ് അസോസിയേഷൻ ഫോർ മെമ്മറൈസേഷൻ, ഓർത്തിരിക്കാൻ വേണ്ടി പ്രിൻസിപ്പിൾ ഓഫ് അസോസിയേഷൻ ഉപയോഗിക്കാം. ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ടു ഫോളോ ദ പ്രിൻസിപ്പിൾ ഓഫ് അസോസിയേഷൻ ഇൻ ലേണിംഗ്. അതായത് പ്രിൻസിപ്പിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഐഡിയാസ്, തോട്ട്സ് ഓർ മെമ്മറീസ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ. നമ്മൾ ഐഡിയാസും തോട്ട്സും ഓർമ്മകളും മെമ്മറീസും എല്ലാം പരസ്പരം കണക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് 3 എണ്ണമുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ്. കോണ്ടിഗ്യൂറ്റി, സിമിലാരിറ്റി, കോൺട്രാസ്റ്റ്. മനസ്സിലാവും? ദീസ് ആർ ദ 3 അസോസിയേഷൻ. അതായത് ടൈപ്സ് ഓഫ് അസോസിയേഷൻ ആണ് പറയുന്നത്. ഫസ്റ്റ് കോണ്ടിഗ്യൂറ്റി, ഓർത്ത് വെക്കണേ, അതിനകത്ത് സബ് ഡിവിഷൻ ആണ്. കോണ്ടിഗ്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയാസ് ദാറ്റ് ഒക്കർ ക്ലോസ് ടുഗദർ ഇൻ ടൈം ഈസ് ലൈക്ലി ടു ബി ലിങ്ക്ഡ് ഇൻ മെമ്മറി. അതായത് ഐഡിയാസ് ഒരേ സമയത്ത് സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് രണ്ടും കൂടെ ചേർത്ത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓർത്തിക്കാൻ പറ്റും, ആ മെമ്മറിയുമായിട്ട് ലിങ്ക് ചെയ്യിക്കാം. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇഫ് യു ഓഫൺ സി എ certain friend at a particular restaurant, ഒരു പർട്ടിക്കുലർ റെസ്റ്റോറൻറ്റിൽ വെച്ച് അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പിൽ വെച്ച് നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കണ്ടെന്ന് വെക്കുക. തിങ്കിങ് ഓഫ് ദ ഫ്രണ്ട്, ആ ഫ്രണ്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴോ മൈറ്റ് മേക്ക് യു തിങ്ക് ഓഫ് ദ കോഫി ഷോപ്പ്. കണ്ടോ? ആ കോഫി ഷോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. അതാണ്, ഓർത്തെടുക്കാൻ പറ്റും. കാരണം ആ ഫ്രണ്ട് മിക്കപ്പോഴും നിങ്ങൾ ആ ഓപ്പൺ ആയിട്ട് നിങ്ങൾ ആ ഷോപ്പിൽ വെച്ച് കാണുകയാണ്, കോഫി ഷോപ്പിൽ വെച്ച് കാണുകയാണ്. അപ്പം ആ ഫ്രണ്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കോഫി ഷോപ്പിനെ കുറിച്ചും ചിന്തിക്കുന്നു. അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നു. അതാണ് കോണ്ടിഗ്യൂറ്റി എന്ന് പറയുന്നത്. ദെൻ അസോസിയേഷനിൽ തന്നെ രണ്ടാമത്തതാണ് സിമിലാരിറ്റി. പേരിൽ തന്നെ ഉണ്ട്. ഐറ്റംസ് ഓർ ഐഡിയാസ് ദാറ്റ് ആർ സിമിലർ ആർ ഓഫൺ ലിങ്ക്ഡ് ഇൻ മെമ്മറി. സിമിലർ ആയിട്ടുള്ള ഐറ്റംസ് ഓർ ഐഡിയാസ് ആർ ഓഫൺ ലിങ്ക്ഡ് ഇൻ മെമ്മറി. മിക്കപ്പോഴും നമുക്ക് ലിങ്ക് ചെയ്തുകൊണ്ട് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഉദാഹരണം, തിങ്കിങ്, എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. തിങ്കിങ് ഓഫ് കാറ്റ് മൈറ്റ് റിമൈൻഡ് യു ഓഫ് അതർ പെറ്റ്സ് ലൈക്ക് ഡോഗ്സ് ആൻഡ് റാബിറ്റ്സ്. അതായത് കാറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കണ്ടോ സിമിലാരിറ്റി, മറ്റ് റാബിറ്റ്സിനെയും ഡോഗ്സും ആയിട്ടുള്ള പെറ്റ്സ്, ആ പെറ്റ്സിനെ കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഓർത്തെടുക്കാം. കാറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡോഗ്സിനെ കുറിച്ചും റാബിറ്റ്സിനെ കുറിച്ചും ഒക്കെ ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ അതൊരു അസോസിയേഷനകത്ത് തന്നെ വരുന്നതാണ്. ഇനി കോൺട്രാസ്റ്റ് കണ്ടോ, സംടൈംസ് റിമെമ്പറിങ് വൺ തിങ് മൈറ്റ് ലീഡ് ടു തിങ്കിങ് ഓഫ് ഓപ്പോസിറ്റ്. അതായത് നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് കൂടി ചിന്തിക്കാൻ വരുന്ന കോൺട്രാസ്റ്റ് ഉണ്ട്, വിപരീതം എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ അർത്ഥം തന്നെ സംടൈംസ് റിമെമ്പറിങ് വൺ തിങ് മൈറ്റ് ലീഡ് ടു തിങ്കിങ് ഓഫ് ഓപ്പോസിറ്റ്. ഒന്നിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓപ്പോസിറ്റിനെ കുറിച്ചും കൂടെ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അസോസിയേഷൻ, അത് നമ്മൾ ഫോളോ ചെയ്യണം. ഉദാഹരണം, തിങ്കിങ് ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ഹോട്ട് മൈറ്റ് മേക്ക് യു തിങ്ക് ഓഫ് കോൾഡ്. നിങ്ങൾ കോൺസെപ്റ്റ് ഓഫ് ഹോട്ടിനെ കുറിച്ച്, ചൂടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തണുപ്പിനെ കുറിച്ചും കൂടെ ചിന്തിക്കാനുള്ള ഒരു സംഗതി, അതാണ് ഈ പറയുന്ന കോൺട്രാസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീസ് ആർ ദ 3 മെയിൻ അസോസിയേഷൻ. അപ്പൊ ഈ അസോസിയേഷൻ ഫോളോ ചെയ്യാനാണ് പറയുന്നത്. അപ്പം കോണ്ടിഗ്യൂറ്റിയിലൂടെയും സിമിലാരിറ്റിയിലൂടെയും കോൺട്രാസ്റ്റിലൂടെയും പഠിക്കാം, മെമ്മറൈസ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ അടുത്ത് പറയുന്നത് അറേഞ്ചിങ് ബെറ്റർ ലേണിംഗ് സിറ്റുവേഷൻസ്. പറയേണ്ട കാര്യമില്ലല്ലോ. എൻവയോൺമെന്റ് ആണ് ഫോഴ്സസ് ഓൾസോ അഫക്ട് ദ ലേണിംഗ് പ്രോസസ് ആൻഡ് മെമ്മറൈസേഷൻ. എൻവയോൺമെന്റ് വളരെ സ്വാധീനിക്കും. അത് മാത്രമല്ല അറേഞ്ചിങ് ബെറ്റർ ലേണിംഗ് സിറ്റുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ വി ഷുഡ് ബി ടേക്കൺ ടു അറേഞ്ച് ബെറ്റർ ലേണിംഗ് സിറ്റുവേഷൻ ആണ് എൻവയോൺമെന്റ്. നല്ല ലേണിംഗ് സിറ്റുവേഷനും എൻവയോൺമെന്റും അറേഞ്ച് ചെയ്യപ്പെടണം. എന്നാലേ നല്ല ഓർമ്മ നമുക്ക് അല്ലെങ്കിൽ റീകോളിങ്ങും റിമെമ്പറിങ്ങും ഒക്കെ സാധ്യമാകും. ക്ലിയർ ആവുന്നുണ്ടോ? ദെൻ പ്രൊവിഷൻ ഓഫ് ചേഞ്ച് ആൻഡ് പ്രോപ്പർ റെസ്റ്റ്. അതായത് വേറൊന്നും അല്ല ഇതിനകത്ത് പറയുന്നത്, ആഡിക്വേറ്റ് പ്രൊവിഷൻ ഫോർ ചേഞ്ച് ഓഫ് വർക്ക്, റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് ഷുഡ് ബി മെയ്ഡ് ആസ് ഇറ്റ് ഹെൽപ്സ് ഇൻ റിമൂവിങ് ഫാറ്റീഗ് ആൻഡ് മൊണോട്ടണി. മൊണോട്ടണി എന്ന് വെച്ചാൽ ബോർഡം, ഫാറ്റീഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയേർഡ്, ക്ഷീണമാകുക. അപ്പം ക്ഷീണത്തെയും മൊണോട്ടണി, വിരസതയെയും ഇല്ലാതാക്കുന്ന എന്തിലൂടെയാണ്? പ്രൊവിഷൻ ഓഫ് ചേഞ്ചിലൂടെയാണ്. അതായത് വർക്ക്, പിന്നെ കുറച്ച് റെസ്റ്റ്, പിന്നെ ഒന്ന് സ്ലീപ്പ്, അങ്ങനെ പ്രൊവിഷൻ ഫോർ ചേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ഒരു കാര്യം തന്നെ എപ്പോഴും വർക്ക് തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വി ഫീൽ ഫാറ്റീഗ് ആൻഡ് മൊണോട്ടണി. ശരിയല്ലേ? അതുകൊണ്ട് മൈൻഡിനെ ഫ്രഷ് ആക്കാൻ വേണ്ടി കുറച്ച് വർക്ക് ചെയ്യുക, കുറച്ച് റെസ്റ്റ് എടുക്കുക, ഉറങ്ങുക, അങ്ങനെ. അതാണ് ആഡിക്വേറ്റ് പ്രൊവിഷൻ ഫോർ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്, ട്രിക്കാണ്, ഒരു മെഷറായിട്ട് നമുക്ക് എടുക്കാം. അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട് പ്രോപ്പർ റെസ്റ്റ്,
ശരിയല്ലേ? എ ഫ്രഷ് മൈൻഡ് ഈസ് നെസസറി ഏബിൾ ടു ലേൺ മോർ റിറ്റെയിൻ ഇറ്റ് ഫോർ എ ലോങ് ടൈം ദാൻ എ ടയേർഡ് ആൻഡ് ഡൾ വൺ. അതായത് പ്രോപ്പർ റെസ്റ്റും വേണം. ഈ ചേഞ്ചും അതോടൊപ്പം റെസ്റ്റും രണ്ടും ചേർത്താ പറഞ്ഞിരിക്കുന്നത്. പ്രൊവിഷൻ ഫോർ ചേഞ്ച് ആൻഡ് പ്രോപ്പർ റെസ്റ്റ്. മാറി മാറി കാര്യങ്ങൾ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? നല്ല ഒരു ഓർമ്മയ്ക്ക് പ്രോപ്പർ റെസ്റ്റും ഒക്കെ ആവശ്യമാണ് എന്നുള്ളതാണ് പ്രൊവിഷൻ ഫോർ ചേഞ്ച് ആൻഡ് പ്രോപ്പർ റെസ്റ്റിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് വൺ, റിപ്പറ്റീഷൻ ആൻഡ് പ്രാക്ടീസ്. പറയേണ്ട കാര്യമില്ലല്ലോ. റിപ്പറ്റീഷൻ ആൻഡ് കണ്ടിന്യൂസ് പ്രാക്ടീസ് ദാറ്റ് ആഡ്സ് ടു എഫക്റ്റീവ് മെമ്മറൈസേഷൻ. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, റിപ്പറ്റീഷൻ നടത്തണം. അങ്ങനെ റിപ്പറ്റീഷനും ആ കണ്ടിന്യൂസ് പ്രാക്ടീസും നല്ല മെമ്മറൈസേഷൻ ഏറ്റവും നല്ലൊരു ടെക്നിക്കാണ്. ശരിയല്ലേ? സോ ദ തിങ്സ് റിപ്പീറ്റഡ് ആൻഡ് പ്രാക്ടീസ് ഫ്രീക്വന്റ്ലി ആർ റിമെമ്പേർഡ് ഫോർ എ ലോങ് ടൈം. അതായത് ഒരുപാട് കാലം നമുക്ക് ഓർത്തിരിക്കാൻ ഈ റിപ്പറ്റീഷനും ഈ പ്രാക്ടീസ് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഈ പ്രാക്ടീസും നമ്മളെ സഹായിക്കും. ലാസ്റ്റ് വൺ, യൂസ് നിമോണിക്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിമോണിക്സ് അതായത് ഇതും എന്താണ്? ദീസ് നിമോണിക്സ് ആർ ട്രിക്സ് ഓർ ടെക്നിക്സ് ദാറ്റ് ഹെൽപ്പ് യു റിമെമ്പർ ഇൻഫർമേഷൻ മോർ ഈസിലി. വളരെ ഈസി ആയിട്ട് ഒരു ഇൻഫർമേഷൻ റിമെമ്പർ ചെയ്യാനുള്ള ട്രിക്ക് തന്നെയാണ് നിമോണിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വിബ്ജിയോർ, നമ്മളെ മഴവില്ലിന്റെ നിറങ്ങൾ പറയാൻ വേണ്ടി വിബ്ജിയോർ ഉപയോഗിക്കും. പിന്നെ മാത്സിൽ നമ്മൾ ബോട്ട് മാസ് ഉപയോഗിക്കുന്നത്. പിന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോംസ്, HOMES, ക്യാപിറ്റൽ ലെറ്റർ ഹോംസ്. എന്തിനു വേണ്ടിയിട്ട് നമ്മളത് ഉപയോഗിക്കുന്നത്? നിമോണിക്സ് ആണ്. നിമോണിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എയ്ഡ് ടു മെമ്മറി എന്നാണ്. ഓർത്തിരിക്കാൻ എളുപ്പമുള്ളതാണ് നിമോണ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് തന്നെ. നിമോണ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് നിമോണിക്സ് ഉണ്ടായത്. ഇപ്പൊ ഹോംസ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിളാ. എന്തിനു വേണ്ടിയിട്ടാ? ടു റിമെമ്പർ ദ ഗ്രേറ്റ് ലേക്സ്. വലിയ ലേക്സ്, തടാകങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിമോണിക് സ്ട്രാറ്റജിയാണ് ഹോംസ്. ഒരു ടെക്നിക്കാണ് ഹോംസ്. HOMES. H എന്ന് പറഞ്ഞാൽ ഹ്യൂറോൺ, അതൊരു പ്രധാനപ്പെട്ട ലേക്കാണ്. ഒൻറ്റാരിയോ ഒരു ലേക്കാണ്. HO. ഇനി M, മിഷിഗൺ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ലേക്കാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രേറ്റ് ലേക്സ് ആണ്. അടുത്ത ഈറി എന്ന് പറയുന്ന ഒരു ലേക്ക് ഉണ്ട്, അതാണ് E. സുപ്പീരിയർ ലേക്ക് ഉണ്ട്. S. ഹോംസ്. മനസ്സിലാവുന്നുണ്ട്? HOMES. ഹ്യൂറോൺ, ഒൻറ്റാരിയോ, മിഷിഗൺ, ഈറി, സുപ്പീരിയർ. ഇങ്ങനെ ടു റിമെമ്പർ ദീസ് ഗ്രേറ്റ് ലേക്സ്, അതാണ് ഹോംസ് എന്ന് പറയുന്ന നിമോണിക് സ്ട്രാറ്റജി. അപ്പം ഇതും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇൻ ദിസ് ക്ലാസ് വി ഡിസ്കസ്ഡ് മെത്തേഡ്സ്, സ്ട്രാറ്റജീസ്, ടെക്നിക്സ്, മെഷേഴ്സ് ഓഫ് മെമ്മറൈസേഷൻ. അതുപോലെ പ്രോസസ് ഓഫ് മെമ്മറൈസേഷനും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലേക്ക് വരിക. ഓക്കെ, താങ്ക് യു.